ഇതെന്താന്ന് വെച്ചാ ഇപ്പൊ ഇന്ത്യത്തെ സ്റ്റേറ്റ്സിന്റെ ക്യാപിറ്റലാണ്. ഇപ്പം ഇത് കേരളത്തിന്റെ ക്യാപിറ്റല് തിരുവനന്തപുരം. ഇത് കറക്റ്റ് തിരുവനന്തപുരത്ത് വെച്ചാൽ കത്തത്തുള്ളൂ. ഇപ്പൊ വേറെ ടെക്നിക്ക് ഉണ്ടാക്കാൻ കത്തത്തില്ല. ഇത് കത്തണമെങ്കിൽ ഉത്തർപ്രദേശിലെ കത്തത്തുള്ളൂ. ഈ ആസ്പെക്ടോ ഷീറ്റ്, ഓട് അങ്ങനെയുള്ള വീടുകളിലൊക്കെ തുണിയൊന്നും ടെറസ് വിരിച്ചിടാൻ പറ്റത്തില്ലല്ലോ. അങ്ങനെയുള്ളവർക്കൊരു സൊല്യൂഷൻ ആയിട്ട് ഇപ്പം മഴയൊക്കെ പെയ്യുമ്പം തുണി വിരിച്ചിട്ടിട്ട് പോയാലും ഇത് ഈ മഴവെള്ളം വീണും അപ്പം ഇത് ഓട്ടോമാറ്റിക്കലി അകത്തോട്ടാവും. ഇതിന്റെ വാട്ടർ പേപ്പർ ഉണങ്ങാതെ ഇത് തിരിച്ചു വരത്തില്ല. വെള്ളപ്പൊക്കം വരുമ്പം അതായത് വീട് ഇങ്ങനെ ഫ്ലോട്ട് ആയി പോകും. അതായത് മേളിലോട്ട് പൊങ്ങിപ്പോകും വീട്. വെള്ളം വരുന്തോറും മേളിലോട്ട് പൊക്കൊണ്ടിരിക്കും വീട്. അതായത് നമുക്കിപ്പം വെള്ളം താഴെ ഇരിക്കുന്ന സാധാരണ നമ്മുടെ വീട് താഴെ തറയില് ഒട്ടിച്ച് ചെയ്യുന്നുണ്ട്. അതിൻ്റെ അകത്ത് വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും നമുക്ക് പെട്ടെന്ന് വെള്ളം കയറി നമ്മൾക്ക് കുറെ നാശനഷ്ടങ്ങൾ ഉണ്ടാവും. പക്ഷെ ഇതേപോലത്തെ കുറെ വരുവാണെങ്കിൽ നമുക്ക് അത് നാശനഷ്ടം ഉണ്ടാവുകയല്ല. നമുക്ക് വീട് ഇങ്ങനെ ഫ്ലോട്ടായി അവിടെ നിന്നോളും. 4 സൈഡിൽ ഓരോ കമ്പി ഉണ്ട്. കമ്പി സിംഗുലർ ആയിട്ട് താഴെ വെച്ചിരിക്കുക. അതില് ഈ വീടുമായിട്ട് ബന്ധിപ്പിച്ചേക്കുന്ന ഒരു കമ്പിയുണ്ട്. ആ 4 കമ്പിയില് ഈ പൈപ്പിലോട്ട് ഇറക്കി വെച്ചേക്കുക. അപ്പം വെള്ളം വരും തോറും ഈ പൈപ്പ് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. അപ്പം ഈ വീടിന് ഒന്നും പറ്റിയല്ല, നമുക്കൊന്നും പറ്റിയല്ല. നമുക്ക് അങ്ങനെ മാറുമൊന്നും വേണ്ട. നമുക്ക് ഒരു നാശനഷ്ടങ്ങളോ അങ്ങനെ ഒന്നും ഉണ്ടാവുകയില്ല. നമ്മള് ഇപ്പൊ കള്ളന്മാരൊക്കെ കൂടി വരുന്ന സമയമായതുകൊണ്ട് തന്നെ വീടിന്റെ ചുറ്റും ഒരു സെക്യൂരിറ്റി ആയിട്ടാണ്. ഇപ്പം ഡയറക്റ്റ് ഇത് ബാറ്ററി ആയിട്ട് കണക്റ്റഡ് ആണ്. അപ്പം ഈ ബസറുമായിട്ട് LDR കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഈ LDRലോട്ട് കറക്റ്റ് ലേസർ വരുന്നതുകൊണ്ട് LDRലോട്ട് എന്തെങ്കിലും ഒബ്ജക്റ്റ് ഒന്ന് ഫ്രണ്ട് ഇരിക്കുവാണെങ്കിൽ ഈ ബസർ അടിക്കാൻ തുടങ്ങും. അപ്പം അതാണ് ഇത് LDRുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് തന്നെ ശബ്ദവും വരും. ശരി, ഇതൊരു വാട്ടർ പമ്പാണ്. ഈ വാട്ടർ പമ്പ് മാത്രമല്ലാതെ ഉപയോഗിക്കാം. ഇത് ബ്ലോവർ ആയിട്ട് ഉപയോഗിക്കാം. പിന്നെ ഈ പാർട്ടി പരിപാടികൾക്കൊക്കെ നമുക്ക് ഈ സ്പോഞ്ചൊക്കെ എറിയാൻ അതുപോലെ അതിനും ഇത് ഉപയോഗിക്കാം. ഇത് വർക്കാവുന്നത് 19.5 വോൾട്ടിലാണ്. ഇതിന്റെ ഗുണം എന്ന് വെച്ചാൽ വെള്ളം എല്ലാത്തിനും നമുക്ക് ഉപയോഗിക്കാം. വീട് ക്ലീൻ ചെയ്യാനും എല്ലാത്തിനും ഇത് ഉപയോഗിക്കാൻ പറ്റും. ബാറ്ററി വർക്ക് ചെയ്യുന്ന വാട്ടർ കൂളർ. ഈ വീട്ടിൽ ഞങ്ങള് 2 സെക്യൂരിറ്റി സിസ്റ്റം കയറ്റിയിട്ടുണ്ട്. ഒന്ന് ഇലക്ട്രിക് ഷോക്ക് സെക്യൂരിറ്റി സിസ്റ്റവും ഒന്ന് ലേസർ സെക്യൂരിറ്റി സിസ്റ്റവും. അതെങ്ങനെയാ വർക്ക് ആവുന്നതെന്ന് വെച്ചാൽ ഒരു കള്ളം കയറിയാല് ഷോക്ക് അടിക്കും. ഇവിടുന്ന് ചെറിയ ഷോക്ക് വരും. ലേസർ ഹോം സെക്യൂരിറ്റി എന്ന് പറഞ്ഞാൽ ഒരു കള്ളം കയറിയാല് ബീപ്പ് ബസർ അടിക്കും. അറ്റൻഡൻസ് മെഷീനാണ്. ഇതിനകത്ത് നമ്മൾ NFC കാർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്കാൻ ചെയ്യുമ്പോൾ ഇതിനകത്ത് നമ്മുടെ പേര് കാണിക്കും. പേര്, ഡേറ്റ്, സമയം എല്ലാം കാണിക്കും. അത് നമുക്ക് ഓൺലൈൻ ആയിട്ട് എടുക്കാൻ പറ്റും. ഇതിപ്പോ ഗൂഗിൾ ഷീറ്റ് ആണ്. അതിൻ്റെ അകത്ത് നമ്മള് അറ്റൻഡൻസ് ചെയ്ത ഡേറ്റ്, ടൈം എല്ലാം കൃത്യം വരും. 6 ഫോണിൽ തന്നെ എടുക്കാൻ പറ്റും. പിന്നെ ലിങ്ക് ഉണ്ട് ഗൂഗിൾ ഷീറ്റിന്. ആ ലിങ്ക് വെച്ച് ആർക്കും എടുക്കാൻ പറ്റും. ക്ലീൻ വേണ്ടിയിട്ടാണ്. നമുക്ക് ഹൈറ്റ് ഉള്ള ബിൽഡിങ്സ് അവർ മണ്ട കയറാതെ നമുക്ക് സിമ്പിൾ ആയിട്ട് പ്രൊട്ടക്ടർ വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. വർക്ക് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പൊ നമ്മളിവിടെ ലേസർ വെക്കുക. ലേസർ വെക്കുക. ലേസർ അടിച്ചിട്ട് അടിക്കുമ്പോഴേക്കും ഇവിടെ ഒരു ആംഗിൾ വരും. ആ ആംഗിൾ നമ്മൾ ഇവിടെ അറ്റൻഡ് ചെയ്യുന്നു. ഇത് ഇവിടുത്തെ ഈ ആംഗിൾ നമ്മൾ tan 120 എടുക്കുന്നു. ഇവിടുത്തെ ഡിസ്റ്റൻസും ഇവിടുത്തെ tan 120 കൂടെ ഇൻറ്റു ചെയ്യുമ്പോഴേക്ക് tan 20 വാല്യൂ 0.7131 ആ വാല്യൂ വെച്ചിട്ട് നമ്മൾ ഇൻറ്റു ചെയ്യുമ്പോൾ 10.63 കിട്ടും മീറ്റർ. അതാണ് ഇതിന്റെ ഹൈറ്റ്. ഇതൊരു വർക്കിംഗ് മോഡല് വില്ലിസ് ജീപ്പാണ്. പിന്നെ ഇതില് 4 ഗിയർ മോട്ടോർ കൊടുത്തിട്ടുണ്ട്. ഇത് പിന്നെ മൾട്ടിവുഡിലാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്.
ഇത് ഫയർ റോബോട്ടിക് കാറാണ്. ഇത് തന്നെ ഫ്ലെയിം സെൻസർ ഇത് വെച്ചിട്ടുണ്ട്. അത് തീ കാണുമ്പോൾ തന്നെ ഡിറ്റക്ട് ആയി വെള്ളം നനയ്ക്കും. ഇവിടെ സർവേ മോട്ടറിന് ഇങ്ങനെ തന്നെ ഡിറ്റക്ട് ആയിട്ട് ഇതാവും. അതാണ് ഇതിന്റെ കണക്ഷൻ. ഇത് ഉപയോഗിക്കുന്നതെന്ന് പറഞ്ഞാൽ മോട്ടോർ ഡ്രൈവറ്, പിന്നെ ഇത് ആർഡിനോ ബോർഡ്, പിന്നെ ഇത് 5 വോൾട്ട് റിലേ കിറ്റ്, പിന്നെ ഒരു വാട്ടർ മോട്ടർ, ഇതൊക്കെയാണ് ഇതിലെ കണക്ട്. ഐക്കോഷേട്ടൻ എന്നാണ്. ഇത് ഇപ്പം പണ്ടത്തെ യൂറോപ്പിലെ ആൾക്കാര് പാമ്പും കോണി പോലത്തെ ഒരു ഗെയിം കളിച്ചോണ്ടിരിക്കാൻ നേരം ഉപയോഗിക്കുന്ന ഒരു സാധനമായിരുന്നു ഇത്. ഇപ്പൊ നമ്മളത് മാറ്റി ഇപ്പം വേറെ ഡൈസ് പോലത്തെ ചെറിയൊരു സാധനം വെച്ചാണ് കളിക്കുന്നത്. ഇത് ഈജിപ്തിന്ന് ഉണ്ടാക്കിക്കൊണ്ട് വന്നൊരു സാധനമാണ്. ഇത് ഐക്കോഷേഡ്രമാണ്. ഇതിൻ്റെ അകത്ത് മൊത്തം 20 പീസസ് ഉണ്ട്. ഇത് ഓരോരോ പീസും ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്. ഇക്വലാറ്റർ ഒരു സൈഡ് തന്നെ 10 സെന്റിമീറ്റർ ആണ്. ഇതിന്റെ ആംഗിൾ 60 ഡിഗ്രി ആണ്. ഇത് ട്രയാങ്കിൾ പിരമിഡ് ആണ്. ഇതിന്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പീസസ് 30 ആണ്. ഇതിന് 10 ട്രയാങ്കിൾ ഉണ്ട്.